ബലാത്സംഗ കേസിൽ നിവിൻ പോളിയെ ചോദ്യം ചെയ്തു. നടൻ നൽകിയ ഗൂഢാലോചന കേസിലും മൊഴിയെടുത്തു. ബലാത്സംഗ കേസിൽ നടൻ നിവിൻ പോളിയെ പ്രത്യേക അന്വേഷണ സംഘമാണ് കൊച്ചിയിൽ വെച്ച് ചോദ്യം ചെയ്തത്. നിവിൻ പോളി നൽകിയ ഗൂഢാലോചന സംബന്ധിച്ച പരാതിയിലും മൊഴിയെടുത്തു. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ദുബൈയിൽ വെച്ച് കൂട്ടബലാത്സംഗം ചെയ്തുവെന്നാണ് യുവതിയുടെ പരാതി. 2023 ഡിസംബർ 14, 15 തീയതികളിൽ ദുബായിൽ വെച്ച് അക്രമം നടന്നെന്നായിരുന്നു യുവതിയുടെ പരാതി. കോതമംഗലം സ്വദേശിയായ യുവതിയെ തൃശൂർ സ്വദേശിയായ ശ്രേയ ദുബായിലേക്ക് കൊണ്ടുപോയെന്നും അവിടെ വെച്ച് കൂട്ടബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതി. മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചെന്നും അത് പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും യുവതിയുടെ മൊഴിയിലുണ്ട്. സെക്ഷൻ 376, 376D, 354 കൂട്ടബലാത്സംഗം, സ്ത്രീത്വത്തെ അവമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. യുവതി നൽകിയ പരാതിയിൽ നിവിൻ ഉൾപ്പെടെ 6 പ്രതികളുണ്ട്. നിവിൻ പോളി 6ാം പ്രതിയാണ്. 2ാം പ്രതി നിർമ്മാതാവ് AK സുനിൽ, ബിനു, ബഷീർ, കുട്ടൻ എന്നിവരാണ് മറ്റു പ്രതികൾ. അതേസമയം യുവതി പീഡനം ആരോപിച്ച തീയതികളിൽ നിവിൻ പോളി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത സിനിമയുടെ കൊച്ചിയുടെ ലൊക്കേഷനിലായിരുന്നതിന്റെ തെളിവുകൾ പിന്നീട് പുറത്തുവരികയും ചെയ്തിരുന്നു. പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസം പുലർച്ചെ വരെ നിവിൻ തന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് വെളിപ്പെടുത്തി സംവിധായകൻ വിനീത് ശ്രീനിവാസൻ രംഗത്തെത്തി. പരാതി വ്യാജമെന്നും വിനീത് ശ്രീനിവാസനും വ്യക്തമാക്കി. പിന്നാലെ കോതമംഗലം സ്വദേശിയായ യുവതിയുടെ ആരോപണങ്ങളിൽ ഗൂഢാലോചനയുണ്ടെന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് നിവിൻ പോളിയും പരാതി നൽകിയിരുന്നു. ഇതിലും അന്വേഷണം നടന്നുവരികയാണ്.